നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെങ്കിലും രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തുന്നതിൽ സന്തോഷമുണ്ടെന്ന് ബി.ജെ.പി. അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ. ഡി. രാജയും രാഹുൽ ഗാന്ധിയും കെട്ടിപ്പിടിക്കുന്ന ചിത്രമാണ് ഇന്ന് പത്രത്തിലുള്ളത്. ഡൽഹിയിൽ കെട്ടിപ്പിടുത്തവും വയനാട്ടിൽ മത്സരവും എങ്ങനെയാണ് സാധ്യമാകുന്നത്? വിചിത്രമായ മത്സരമാണ് വയനാട്ടിൽ നടക്കുന്നത് എന്നും ഈ നിലപാട് പരിഹാസ്യമാണെന്നും കെ. സുരേന്ദ്രൻ പറഞ്ഞു. ഇന്ത്യ മുന്നണിയുടെ നേതാവായിട്ടുള്ള ശ്രീ രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ 3-ാം തീയതി വയനാട്ടിൽ വരുന്നു എന്നുള്ള വാർത്ത കേട്ടു. സന്തോഷം. നാമനിർദ്ദേശ പത്രിക കൊടുക്കാനെങ്കിലും അദ്ദേഹത്തെ വയനാട്ടുകാർക്കൊന്ന് കാണാൻ കഴിഞ്ഞല്ലോ. ആനി രാജയുടെ ഭർത്താവും CPIയുടെ ദേശീയ സെക്രട്ടറിയുമായിട്ടുള്ള ഡി. രാജ ദില്ലിയിൽ മഹാറാലിയിൽ രാഹുൽ ഗാന്ധിയെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ചിത്രമാണ് ഇന്ന് എല്ലാ പത്രങ്ങളിലും വന്നിട്ടുള്ളത്. ദില്ലിയിൽ കെട്ടിപ്പിടുത്തവും വയനാട്ടിൽ മത്സരവും എങ്ങനെയാണ് സാധ്യമാവുന്നത്? ദില്ലിയിൽ രാഹുൽ ഗാന്ധിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണിക്ക് വേണ്ടി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്ന് പറയുന്ന CPI എന്തിനാണ് വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുന്നത്? വളരെ വിചിത്രമായൊരു മത്സരമാണ് വയനാട്ടിൽ നടക്കുന്നത്. പരിഹാസ്യമായൊരു മത്സരമാണ് വയനാട്ടിൽ നടക്കുന്നത്.